Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM അതുപോലെ തന്നെ MA സ്റ്റുഡൻസിൻ്റെയും സെക്കൻഡ് സെമസ്റ്ററിലെ അവസാനത്തെ എക്സാമാണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. സോ നമ്മൾ ഈ ഒരു പേപ്പർ ഓപ്പൺ ബുക്ക് എക്സാം ആണെന്നുള്ളതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മിനിമം അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തുണ്ടെങ്കിൽ കാണാം. ദെൻ അതിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും എന്നുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വരാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. അസൈൻമെൻറ്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. MA MCOM രണ്ടുപേർക്കും സെയിം പേപ്പറാണ്. ഡിസംബർ 2024 സെക്കൻഡ് സെമസ്റ്റർ ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ്. ഓക്കെ, സോ ഇതാണ്. ദിസ് ഇസ് ആൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. യു മേ റെഫർ ദി സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു യു ബൈ ദി യൂണിവേഴ്സിറ്റി ഫോർ ദി കോഴ്സ്. ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഐദർ ഇൻ ഇംഗ്ലീഷ് ഓർ മലയാളം. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതാം. അത് നമ്മൾ പറയാൻ കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിലാണ്. അതുപോലെ തന്നെ MCOMനും MAക്കും ഇത് കോമൺ ആണ്. ദെൻ നിങ്ങൾക്ക് ബുക്ക് തുറന്ന് വെച്ച് റെഫർ ചെയ്ത് എഴുതാൻ സാധിക്കും. ഓക്കെ, ദെൻ 70 മാർക്സ് വരുന്നു. പിന്നെ ടൈമിങ് 3 hours and 15 minutes ആണ് കേട്ടോ. 3 മണിക്കൂറും 15 മിനിറ്റാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കൂടുതലുണ്ട് ഈ ഒരു എക്സാമിന്. ഇനി ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെക്ഷൻ എയിൽ ഇങ്ങനെയാണ്. 5 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. 10 ക്വസ്റ്റ്യൻസ് തരും. അതിൽ 5 എണ്ണം അറ്റൻഡ് ചെയ്യണം. ഒരു ചോദ്യത്തിന് 4 മാർക്ക്. അങ്ങനെയാണ് വരുന്നത് ഇവിടെ. സെക്ഷൻ എ, ആൻസർ എനി 5 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ഹാഫ് എ പേജ് ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 4 മാർക്സ്. ഓക്കെ, അപ്പോൾ ഇതാണ് പാറ്റേൺ. അതായത് 2, 5, 15 അതല്ല. അപ്പോൾ 10 ചോദ്യങ്ങൾ ആദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ചോദ്യങ്ങളുടെ ഒരു രീതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിലത്തെ ഇതുള്ളത് നോക്കാം. നമ്പർ 1, ഇതാണ് ചോദ്യം. ഈസ് റിസർച്ച് ഓൺലി an academic inquiry into matters of social relevance? Comment. What more aspects can you add based on your understanding of research? അപ്പോൾ യൂഷ്വലി നമുക്കിപ്പോൾ റിസർച്ചിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ടാണ് ചോദിക്കാറ്. ഇവിടെ അങ്ങനെയല്ല ചോദിക്കുന്നത്. നമ്മുടെ അടുത്ത് ചോദിക്കണം, ഈസ് റിസർച്ച് ഓൺലി an academic inquiry into matters of social relevance? നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്യാനാണ് പറയണം. നമ്മുടെ അഭിപ്രായമാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ തോന്നണം, അതല്ല. നമ്മൾ ഓൾറെഡി ഈ സബ്ജക്റ്റ് വായിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ബേസിലാണ് നമുക്ക് ഒരു കമൻറ്റ് ചെയ്യാൻ പറ്റുക. അസംഷൻസ് അല്ല അവിടെ കൊടുക്കണ്ടേ. നമ്മുടെ കമൻറ്റ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഓൾറെഡി വായിച്ചതിൻ്റെ ബേസിലുള്ള കമൻസ് ആണ് കൊടുക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. വാട്ട് മോർ ആസ്പെക്ട്സ് എന്താണ് യു ആഡഡ് ബേസ്ഡ് ഓൺ യുവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് റിസർച്ച്. അപ്പോൾ ബുക്കിൽ ഈ കാര്യങ്ങളുണ്ട്. അതിനെ നമുക്ക് അത് പറഞ്ഞ് ഇൻഡയറക്റ്റ് മോഡിൽ ചോദിക്കുമ്പോൾ നമ്മുടെ രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ യുവർ ടോപ്പിക് ഓഫ് റിസർച്ച് ഈസ് സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഹൗ ക്യാൻ യു മേക്ക് ദിസ് സ്റ്റഡി ഇൻ്റർ ഡിസിപ്ലിനറി? ഇപ്പോൾ ഒരു ടോപ്പിക് റിസർച്ച് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനാണ്. ഇതെങ്ങനെയാണ് നിങ്ങൾ എന്താണ് ഹൗ ക്യാൻ യു മേക്ക് ദിസ് സ്റ്റഡി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട്? ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, മറ്റ് ഡിസിപ്ലിനുമായിട്ടുള്ള മിക്സ് ചെയ്തിട്ട്. ഇപ്പോൾ കോമേഴ്സ് ആണെങ്കിൽ കോമേഴ്സ് നമ്മൾ വേറൊരു ഡിസിപ്ലിൻ ലാംഗ്വേജിൻ്റെ ഏതെങ്കിലും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം ഇൻ്റർ ഡിസിപ്ലിനറി ആയി എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അങ്ങനത്തെ ഒരു ടോപ്പിക്ക് നിങ്ങൾ ചെയ്യുക? ഓക്കെ, മറ്റൊരു ചോദ്യം. പ്രിപ്പയർ എ മാനുസ്ക്രിപ്റ്റ് ഓൺ എ റിസർച്ച് ഏരിയ ഇൻ എഡ്യൂക്കേഷൻ. മാനുസ്ക്രിപ്റ്റ് എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചെയ്യാൻ. ഗിവ് സ്യൂട്ടബിൾ ടൈറ്റിൽ ആൻഡ് ജസ്റ്റിഫൈ ദി ടൈറ്റിൽ. ഇത് ബുക്കിലുണ്ട്. ഈ പറയുന്ന
മാനസ്ക്രിപ്റ്റ് എന്താണ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ. അത് നിങ്ങൾ എഡ്യൂക്കേഷൻ ബേസിലുള്ളത് നിങ്ങൾ ഒരെണ്ണം ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് തുറന്നിട്ട് അതിലത്തെ വേണമെങ്കിൽ എന്ത് നോക്കാൻ പറ്റും, എന്താണ് മാനസ്ക്രിപ്റ്റ് എന്നും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അതിൻ്റെ ബേസിൽ നിങ്ങൾ നിങ്ങളുടെ ഓൺ രീതിയിൽ ഒരു മാനസ്ക്രിപ്റ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഒരു ടോപ്പിക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടൻസിൽ നിങ്ങൾക്ക് നോക്കാം ഇത് ചാപ്റ്ററാണ്, അതിന് ആദ്യം ബുക്കായിട്ടൊരു ടച്ച് വേണം. അത് പറഞ്ഞതിൽ ബൈ ഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് കണ്ടൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫെമിലിയർ ആയിരിക്കണം. അതിനുശേഷം ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കി നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. Then number 4, comment on significance of the topic gender stereotyping-നെ പറ്റിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ചോദ്യം. വേറെ ഒരെണ്ണം. അപ്പോൾ അതാണ് പറയണത്, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ടോപ്പിക് നിന്നാൽ എങ്ങനെയാണ് റിസർച്ച് ചെയ്യുക, ആ രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ എവിടെ കണ്ടിട്ടുള്ള അസൈൻമെൻറ്റിലെ ഈ പറയുന്ന അനലിറ്റിക്കലിലാണ് കണ്ടിട്ടുള്ളത്. അതാ പറഞ്ഞ ആ ഒരു രീതി നിങ്ങൾ ആ അസൈൻമെൻറ്റ്സ് നോക്കുമ്പോൾ അസൈൻമെൻറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക, ആ ഒരു രീതി ഇവിടെ ഫോളോ ചെയ്യേണ്ടി വരും. ദെൻ നിത ആൻഡ് അനിത ആർ കണ്ടക്ടിങ് റിസർച്ച് ടു ഫൈൻഡ് ഔട്ട് ദ ഗെയിമിംഗ് ആപ്സ് അമംഗ് ദി യൂത്ത്. അപ്പോൾ ഒരു റിസർച്ചിൻ്റെ കാര്യം പറയണം. നെയിം ദി ടൈപ്പ് ഓഫ് റിസർച്ച് ദേ ആർ കണ്ടക്ടിങ്, ഏത് തരത്തിലുള്ള റിസർച്ചാണ് കണ്ടക്ടിങ്. ഓൾസോ എക്സ്പ്ലെയിൻ സ്പീച്ചസ്. മനസ്സിലായോ? അപ്പോൾ ഒക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് നിങ്ങൾ ആ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതല്ലാണ്ട് തിയററ്റിക്കലായിട്ടുള്ള ടൈപ്പ് ചോദ്യമില്ല. അതാണ് നിങ്ങൾ ഈ പറഞ്ഞ എക്സാമിനൊക്കെ മുമ്പുള്ളതൊക്കെ എഴുതിയേ. ഇവിടെ പ്രാക്ടിക്കൽ. ഹൗ വിൽ യു ചെക്ക് ദി റിലയബിലിറ്റി ഓഫ് ഡാറ്റ സോഴ്സ്? ഡാറ്റ സോഴ്സിൻ്റെ റിലയബിലിറ്റി എങ്ങനെ ചെക്ക് ചെയ്യും? കണ്ടൻസ് എടുത്ത ബുക്കിൻ്റെ ഇത് കുറച്ചും കൂടി ഒരു ഡയറക്റ്റ്ലി ഉള്ളൊരു ടൈപ്പ് ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. നോക്കി അതിൽ കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഡു യു തിങ്ക് എ റിസർച്ച് ഓൺ ദി ചൈൽഡ് ലേബർ വിൽ ബ്രിങ് അബൌട്ട് ആൻ ഇമ്പാക്ട് ഇൻ സൊസൈറ്റി? ചൈൽഡ് ലേബറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിസർച്ച് നിങ്ങൾ കണ്ടക്ട് ചെയ്യുക, ഇമ്പാക്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതിൽ എന്ന് വെച്ചാൽ ഒക്കെ നമ്മുടെ വേർഡ്സിലും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ തള്ളി വയ്ക്കരുത്. കുറേയൊക്കെ ഒരു 11 പോയിൻറ്റ്സ് വെച്ചിട്ട് പ്രസൻറ്റ് ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള ഇൻഡയറക്റ്റ് മോഡിലുള്ള ചോദ്യങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ കൂടുതലായിരിക്കും. ഇംഗ്ലീഷിൽ എഴുതാനേ ഞാൻ പറയുള്ളൂ, മലയാളത്തിൽ എഴുതാൻ കുട്ടികളുണ്ടായിരിക്കും. നിങ്ങളുടെ സൗകര്യം അനുസരിച്ചിട്ട് എഴുതാം. Then prepare 4 open-ended questions regarding any welfare schemes such as Kudumbashree, MGNREGA and Beti Bachao Beti Padhao. ഇതൊക്കെ ഡെയിലി ലൈഫിലുള്ള കുറേ സ്കീമുകളാണ്. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തുള്ള 4 ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്നെയർ എന്താണ്, ആ ക്വസ്റ്റ്നെയറിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ള ഈ സ്കീമിനെ പറ്റിയുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള സംഭവമാണ് കേട്ടത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി 4th സെമസ്റ്ററിൽ പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ആവശ്യം വരും. Question number 9, if you want to study about the upkeep and functioning of Ammattotil run by the Kerala State Council for Child Welfare, what are the likely ethical considerations and principles to be kept in mind while conducting this research? അപ്പോൾ അമ്മത്തൊട്ടിലിനെ പറ്റിയിട്ടുള്ളൊരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി അബൌട്ട് അമ്മത്തൊട്ടിൽ റൺ ബൈ കേരള കൗൺസിൽ ഫോർ ചൈൽഡ് വെൽഫെയർ, എങ്ങനെയായിരിക്കും അതിൻ്റെ എത്തിക്കൽ കൺസിഡറേഷൻസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. ഒക്കെ പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് കേട്ടോ. പിന്നെ അടുത്ത പ്രാവശ്യം വരെ ഇതിനെ റിലേറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളൊന്നും ആവില്ല. അത് പറഞ്ഞ് ഇപ്പോൾ ഇതിൽ നിന്നൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങനെ പറഞ്ഞ് തരാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. എവറിത്തിങ് ഈസ് പ്രാക്ടിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇപ്രാവശ്യം ആകുമ്പോൾ. ഓക്കെ. ദെൻ കൺസിഡർ അപ്പോൾ നിങ്ങൾക്കും കാണാപ്പണം പഠിച്ചിട്ടോ ആ രീതിയിൽ പോയിട്ട് കാര്യമില്ല. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ലിനെയാണ് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് ബുക്ക് തുറക്കാം, ബുക്കിൽ ഇപ്പോൾ കണ്ടൻസ് നോക്കാം, അത് ഏത് ചാപ്റ്ററിലാണെന്ന് നോക്കാം. അപ്പോൾ നോക്കാം, ദെൻ അത് നിങ്ങളുടെ ഓൺ വേർഡ്സിലേക്ക് ടോപ്പിക്ക് കാണുമ്പോൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതിന് ബുക്കിനെ പറ്റിയിട്ട് ബുക്കിൽ എവിടേക്കാണ് കാര്യങ്ങൾ എന്നുള്ളതൊരു ഐഡിയ വെക്കുക എന്നുള്ളതാണ് നോക്കി. Question number 10, consider the following data and rewrite in both MLA and APA style. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഓഫ് ബിബ്ലിയോഗ്രഫി ഇതിനെ MLAയിലോ APAയിലോ എന്ത് ചെയ്യുക, കൺസിഡർ ദി ഫോളോയിങ് റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ് കേട്ടോ അത്. MLAയിലും APA സ്റ്റൈലിലും എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാണ് പാർട്ട് എ. ഇനി പാർട്ട് ബിയിലോട്ട് പോകുന്ന സമയത്ത് 6 മാർക്സാണ്. 5 എണ്ണത്തിന് ആൻസർ ചെയ്യണം. ആൻസർ ഇനി 5 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ മാക്സിമം 1 പേജ്. 11
you want to carry out a qualitative research to understand the impact digital divide has upon senior citizen due to growing digitalization of governmental services. Prepare 5 research questions that probe this. അപ്പോൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. യു വാണ്ട് എന്തിനെ പറ്റിയിട്ട് യു വാണ്ട് ടു ക്യാരി ക്വാളിറ്റേറ്റീവ് റിസർച്ച് ടു അണ്ടർസ്റ്റാൻഡ് ഡിജിറ്റൽ ഡിവൈഡ് അപ്പോൾ സീനിയർ സിറ്റിസൺ ഗ്രോയിങ് ഡിജിറ്റലൈസേഷൻ ഗവൺമെൻറ്റൽ സർവീസസ് ഒക്കെ കൊടുക്കുന്നതിനെ പറ്റിയിട്ട് നമ്മുടെ അടുത്ത് റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതാ ഞാൻ പറഞ്ഞേ, ഇത് തന്നെയാവില്ലല്ലോ ഇനി പ്രസ് പേപ്പറിൽ വരാം. അപ്പം നിങ്ങൾക്ക് ഇതിലൂടെ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരാം എന്നുള്ളത് അറിയാൻ മനസ്സിലാക്കി പോകാനേ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്ക് വേറൊരു നിവൃത്തിയില്ല. ഈ ചോദ്യങ്ങൾ തന്നെ ഇതേപോലത്തെ അല്ല വരാം, ഈ സെയിം ടോപ്പിക് അല്ല വരാം. Then wearing helmets and seat belts is important for safe driving. This disclaimer is shown in films to warn about the necessity of wearing helmets to protect ourselves. അല്ലേ, ഇതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യരുത് എന്നുള്ള വാണിംഗ് കൊടുക്കണം പോലെ തന്നെ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി റിസർച്ച് സ്റ്റെപ്സ് യു വുഡ് ഫോളോ ടു കണ്ടക്ട് എ സ്റ്റഡി ഓൺ ദ ഇമ്പാക്ട് ഓഫ് ദിസ് ഡിസ്ക്ലൈമർ അമംഗ്സ് യങ് ഓഡിയൻസ് ഏജ്ഡ് 18 to 25. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതിനെ പറ്റിയിട്ടാണ് എക്സ്പ്ലെയിൻ ദി സ്റ്റെപ്സ് യു ഫോളോ ടു കണ്ടക്ട് എ സ്റ്റഡി. അതിൻ്റെ ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്തിട്ട് എന്താണ് ഗുണം, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ആൾക്കാരിലോട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അറിയേണ്ടത്. ഒക്കെ പ്രാക്ടിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ. ഹൗ ഡു യു ഐഡൻറ്റിഫൈ ദി റിസർച്ച് ഗ്യാപ്പ് ഇൻ ദി ടോപ്പിക് ഹെൽത്ത് ബെനഫിറ്റ്സ് ഓഫ് ഓർഗാനിക് വെജിറ്റബിൾസ്. അപ്പോൾ ഓർഗാനിക് വെജിറ്റബിൾസിൻ്റെ പറ്റിയിട്ടുള്ള ആ റിസർച്ചിൽ അതിൻ്റെ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഈ പറയുന്ന പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് പലരും റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഇതിൻ്റെ റിലവൻസ് നമ്മൾ അനലൈസ് ചെയ്യാണ് റിസർച്ച് ചെയ്തിട്ട്. അതെങ്ങനെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മൾ ഇതിനേക്കാൾ മുമ്പ് ഇത് നടത്തിയിട്ടുള്ള പല ആൾക്കാരുടെയും ഈ ബുക്കുകൾ ആർട്ടിക്കിൾസൊക്കെ റീഡ് ചെയ്യണു. ദെൻ ഇപ്പോഴത്തെ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഈ റിസർച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്കോപ്പ് നമ്മൾ ഒബ്ജക്റ്റീവ് വയ്ക്കും. അപ്പോൾ ഓൾറെഡി പലരും ഈ ടോപ്പിക്കിൽ റിസർച്ച് ചെയ്യണു, നമ്മൾ നമ്മുടെ പോയിന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്കവിടെ പറയാൻ പറ്റുക അവിടെ ഒരു റിസർച്ച് ഗ്യാപ്പ് ഉണ്ട് എന്നുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ ബേസിലാണ് ലിറ്ററേച്ചർ റിവ്യൂ നടത്തും. അങ്ങനെയാണ് നമുക്ക് റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്താൻ പറ്റുക. നമ്മൾ എന്ത് ചെയ്യുന്നു, പലരുടെയും വർക്കുകൾ ലിറ്ററേച്ചർ റിവ്യൂ വായിച്ച് മനസ്സിലാക്കുന്നു, നമ്മൾ നമ്മുടേതായിട്ടുള്ള വർക്ക് വയ്ക്കുന്നു, അതിലൂടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് വയ്ക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് റിസർച്ച് ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ടോപ്പിക്കിലാവുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിനെ മെൻഷൻ ചെയ്തിട്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Question number 14. Both formal and informal inquiry play a crucial role in research. രണ്ടിനുമുള്ള ഇമ്പോർട്ടൻസ്. Miss Soumya is conducting a research on the topic safety of women working in night shift in Kerala. Suggest how formal and informal inquiry is conducted on this topic. അപ്പോൾ ഒരു ടോപ്പിക് തന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടുള്ള എൻക്വയറി കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് നോക്കിയതിന് ശേഷം ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ മുഴുവനായിട്ട് അറിയില്ല, കുറച്ചൊക്കെ ഒരു ഐഡിയ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ നിർബന്ധമായും പ്രസൻറ്റ് ചെയ്യണം. ബിക്കോസ് ഇതൊക്കെ ഇൻഡയറക്റ്റ് മോഡലാണ്. പലപ്പോഴും നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വായിച്ചിട്ടുള്ളതിൻ്റെ ബേസിലുള്ള ഒരു എക്സ്പ്ലനേഷനാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അത് എലിജിബിൾ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. Then Mr. Arav is conducting research on the topic mercy killing, the practice of ending a patient's life in order to relieve pain and suffering. Develop 3 open-ended questions for this topic. Open-ended questions, close-ended dichotomous questions, പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനറിനെ പറ്റിയിട്ട് മനസ്സിലാക്കണം ഏതൊക്കെ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ഉണ്ടെന്നുള്ളത് ആ ചാപ്റ്ററിൽ നോക്കി കാണാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് തന്നിട്ട് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ അടുത്ത് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ക്വസ്റ്റ്യനർ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് 4th സെമസ്റ്ററിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഈ പേപ്പറിൽ ഇതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ എൻഡഡ്, എങ്ങനെയാണ് ക്ലോസ് എൻഡഡ് എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്, ഒന്ന് തല ആലോചിക്കണം. Question number 16. Miss Rani wants to conduct research in the area challenges of environment protection in India
but adequate literature is not available in this area. What are the difficulties she might face due to lack of literature? ഏതൊരു റിസർച്ചിൻ്റെയും ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ്. നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ലിറ്ററേച്ചർ റിവ്യൂ കണ്ടക്ട് ചെയ്യുന്നു, നമ്മുടെ റിസർച്ച് അത്രത്തോളം ബെറ്റർ ആയിട്ട് വരും എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു റിസർച്ച് ഗ്യാപ്പ് മനസ്സിലാക്കാൻ എല്ലാത്തിനും നമുക്ക് ഒരു നല്ല ഐഡിയ ലഭിക്കണമെങ്കിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഇതിനേക്കാൾ മുമ്പ് ഈ ഒരു ടോപ്പിക്കിൽ നടത്തിയിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ വായിക്കണം. അപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ കുറയുന്നതനുസരിച്ച് ആ റിസർച്ചിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന് അതിൻ്റെ ഇമ്പോർട്ടൻസും അതില്ലെങ്കിലുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടുള്ള ആ ഒരു ചാപ്റ്റർ, ആ ടോപ്പിക്ക് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു നമ്മുടെ ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ലിങ്ക് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. Then question number 17, the use of AI, artificial intelligence, is increasing in every aspect of society, especially in education. Considering this is relatively new, would you employ descriptive research or exploratory research in this field? Select a type of research and justify your selection. നമ്മുടെ അടുത്തൊരു റിസർച്ച് ടോപ്പിക് പറഞ്ഞിരിക്കുകയാണ് AI-യുടെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ് ഇൻ എവറി ആസ്പെക്ട് ഓഫ് സൊസൈറ്റി, എസ്പെഷ്യലി ഇൻ എഡ്യൂക്കേഷൻ. ആൻഡ് കൺസിഡറിങ് ദിസ് ഈസ് റിലേറ്റീവ്ലി ന്യൂ, പുതിയൊരു ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ആണോ എക്സ്പ്ലോറട്ടറി റിസർച്ച് ആണോ ഇതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുക. സെലക്ട് എ ടൈപ്പ്. എന്തുകൊണ്ട് നിങ്ങളിപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലോറട്ടറി ആണ് എടുക്കണമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് സെലക്ട് ചെയ്തു എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതാണ് പാർട്ട് ബി. ഇനി സിയിലോട്ട് വരുമ്പോൾ 2 ചോദ്യങ്ങളാണ്, ഒരു ചോദ്യത്തിന് 20 മാർക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 18, you are required to prepare a synopsis of your research relating to any currently significant problem in Kerala. സിനോപ്സിസ് ഇപ്പോൾ ഏത് റിസർച്ച് നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരു PhD ആവട്ടെ, ഒരു MPhil ആവട്ടെ, നമ്മളുടെ അടുത്ത് ആദ്യം സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന ഒരു സിനോപ്സിസ് ആണ്. സിനോപ്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. നമ്മൾ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മൊത്തം കാര്യങ്ങൾ ഒരു ഷോർട്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സിനോപ്സിസിൻ്റെ ബേസിലായിരിക്കും ഇനി ഇപ്പോൾ നമ്മുടെ ഗൈഡ് PhD ചെയ്യുമ്പോഴൊക്കെയുള്ള ഗൈഡ് പറയും ഇനി നിങ്ങൾ ഗോ ഹെഡ്. അപ്പോൾ സിനോപ്സിസിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സജഷൻസ് നൽകുകയും ചെയ്യും. അപ്പോൾ സിനോപ്സിസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥ റിസർച്ചിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഒരു കേരളത്തിൽ ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പറയുകയാണ്, അതിൻ്റെ ഒരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എവറിത്തിങ് ഈസ് പ്രാക്ടിക്കലാണ് അല്ലേ. ഡിസ്കസ് ദി ഡിഫറൻസ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ ബേസ്ഡ് ഓൺ ദാറ്റ് ടോപ്പിക്. അപ്പോൾ ഇതിലുള്ള പ്രൈമറിയും സെക്കൻഡറി ഡാറ്റ നമുക്ക് വേണമല്ലോ, അതിൻ്റെ ഡിഫറൻസസും മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി നല്ലൊരു ടോപ്പിക്കാണ്. Then question number 19, in a research on censorship while aimed at protecting society, censorship can lead to misinformation and restrict freedom of expression. സിനിമയിലൊക്കെ ഇപ്പോൾ എംപുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ സെൻസർഷിപ്പ് അല്ലേ, ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അത് കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്നില്ലേ. ദെൻ ക്രിയേറ്റിംഗ്, അത് സെൻസർ കഴിഞ്ഞിട്ട് ക്രിയേറ്റിംഗ് എത്തിക്കൽ ഡെലമാസ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മൂവിയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ കട്ട് ചെയ്ത് കളയാൻ പറയും, അല്ലെങ്കിൽ സെൻസർ കൊടുക്കില്ല എന്ന് പറയും അല്ലേ. അപ്പോൾ അത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയണത്. വാട്ട് ഡു യു തിങ്ക് ദ എത്തിക്കൽ കൺസേൺസ് ആൻഡ് പിറ്റ് ഫോൾസ് വിൽ ബി? അപ്പോൾ സെൻസർഷിപ്പിനെ പറ്റിയുള്ളൊരു കാര്യം. ഓക്കെ. അപ്പോൾ ഇനി ഡസ് എത്തിക്കൽ കൺസേൺസ് എഫക്ട് ദി ക്വാളിറ്റി ഓഫ് റിസർച്ച്? അപ്പോൾ എത്തിക്കൽ കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ റിസർച്ചിൻ്റെ ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്യണം. അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് എക്സാമിന് വരാമെന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കയ്യിൽ ബുക്ക് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ബുക്ക് ഒന്ന് ഫെമിലിയർ ആക്കി വയ്ക്കുക, ഓരോ ടോപ്പിക്കുകൾ എവിടെയെന്നുള്ളത് മനസ്സിലാക്കുക. ഒക്കെ ഇതേപോലുള്ള ഇൻഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന പല മാറ്റേഴ്സും ഈ പറയുന്ന റിസർച്ചിനെ റിലേറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഇനി ഞങ്ങൾക്ക് ഈ ഒരു പേപ്പറിലേക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു മറ്റ് സബ്ജക്റ്റ് പോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ നൽകാൻ സാധിക്കില്ല, എന്നാലും നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാനതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
ഓക്കെ. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.